ഹലോ, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിലൂടെ വലിയൊരു ലെങ്തി വീഡിയോ ഇടുവാണ്. എന്തായാലും കൊള്ളാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ JBL ഒരു കിടിലം പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ലെങ്തി വീഡിയോ ഇടുന്നില്ല, ഒരു ഷോർട്സിലൊക്കെ അങ്ങ് ഒതുക്കി അല്ലെങ്കിൽ ഒരു റീലൊക്കെ ഇട്ട് അങ്ങ് ഒതുക്കി അങ്ങ് പോകാമെന്ന് വിചാരിച്ചതാണ്. ബേസിക്കലി ഉണ്ടല്ലോ, ഈ JBL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് പോലും നമ്മുടെ ചാനലിലൂടെ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടുമില്ല, റിവ്യൂ ചെയ്തിട്ടുമില്ല, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നതും യൂസ് ചെയ്യുന്നതും അടിപൊളിയാണെന്ന് തോന്നുന്നതും നിങ്ങളുമായിട്ടൊന്ന് അൺബോക്സിങ് എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് തരാൻ എനിക്ക് തോന്നിയത്. എന്തായാലും കൊള്ളാം. മൂഡ് ശരിയായതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ JBL ഫാൻസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോൺ മേടിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് റോൾ ദ വീഡിയോ. ഇതാണ് JBLന്റെ ഭാഗത്തു നിന്നും അവരുടെ ട്യൂൺ സെഗ്മെന്റിൽ വരുന്ന 770NC, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ട്യൂൺ സെഗ്മെന്റിലെ ഹെഡ്ഫോൺ. ആൻഡ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ തരുന്നത്. ഇത് നിരവധി വേരിയന്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാക്കേജിനകത്തെ ഹെഡ്ഫോണിൻ്റെ കളർ ബ്ലൂ ആണ്. ഇതിൻ്റെ ഒരു വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു പർപ്പിൾ വരുന്നുണ്ട്, അങ്ങനെ കുറച്ചധികം കളേഴ്സിൽ ഇത് വരുന്നുണ്ട്. ചിലതൊന്നും ഓൺലൈനിൽ അവൈലബിൾ അല്ല കേട്ടോ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത് 70 hours പ്ലേ ബാക്ക് ടൈം നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിലൂടെ കിട്ടുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നമുക്ക് കൃത്യം 70 hours കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. ഞാൻ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, എന്നാലും ഒരു 2-3 days ഒക്കെ ഞാൻ ചാർജ് ചെയ്യാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാമല്ലോ, എപ്പോഴും പാട്ടും കേട്ടുകൊണ്ട് നടക്കുകയാണ് അല്ലല്ലോ, നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ഇങ്ങനെ മാക്സിമം തള്ളിയൊക്കെ പോകും. ബാക്ക് ടു ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഓവർ അങ്ങോട്ടുള്ള ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുമല്ലോ, ചിലവർക്ക് ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് കഴിയുമ്പം ഒരു മാക്സ് വോളിയത്തിലും വീണ്ടും കൂട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ സജസ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. ഇത് വളരെ മിനിമലായിട്ട് കൃത്യം സൗണ്ടിൽ ബാസ്, അതിൻ്റെ ഒരു മിഡ്, പിന്നെ അതിൻ്റെ ഒരു ട്രബിൾ, ഇതെല്ലാം ബാലൻസ്ഡായിട്ട് പക്കയായിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് പറയാനൊക്കെ വരട്ടെ. നമുക്ക് ഈ സാധനം ഒന്ന് ജസ്റ്റ് പൊട്ടിക്കാം. സോ ഇതാണ് ലൈക്ക് നമ്മുടെ JBLൻ്റെ ആ ഒരു ബോക്സ്. ഓക്കെ, ആൻഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. തുണിക്കകത്തൊക്കെ പൊതിഞ്ഞാണ് വരുന്നത്. എന്തുവാടെ എല്ലാവരും ആപ്പിളിനെ ഇങ്ങനെ ആപ്പിളിനെ പിന്തുടർന്ന ആൾക്കാരാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ആ തുണിക്കകത്ത് പൊതിഞ്ഞു തന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹെഡ്ഫോണിൻ്റെ വില നിങ്ങളത് കേൾക്കണം. എന്തായാലും കൊള്ളാം. അവർ ആ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എന്തോ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ. ആഹാ, തപ്പി വന്ന സാധനം കിട്ടി. ബുക്കും പേപ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് സാധനം തന്നില്ലെന്നുണ്ടെങ്കിലും ബുക്കും പേപ്പറും തരാൻ കമ്പനി മറക്കത്തില്ല. കേബിൾ തന്നില്ലേലും, ചാർജിങ് കേബിൾ തന്നില്ലേലും, ചാർജർ തന്നില്ലേലും എല്ലാ കമ്പനികളും ഈ സാധനം മസ്റ്റായിട്ട് തരും. അത് ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ കാണും. പിന്നെ ഇതും പേപ്പറിനകത്ത് തന്നെ പൊതിഞ്ഞിങ്ങി തന്നേക്കുക. സംഭവം നമ്മുടെ JBLൻ്റെ കേബിളാണ്. C-type കേബിൾ, ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് നല്ലൊരു കിഡിലൻ ഓക്സ് കേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി വേറെ ലെവലാണ്. പിന്നെ എല്ലാത്തിലും ആ ഒരു JBL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ് എല്ലാ കേബിളിലും ഒക്കെ കാണാൻ പറ്റും. എന്തായാലും ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം. പക്ഷേ ലൈക്ക് കുറച്ചുകൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഒരു കാര്യം JBLനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അതായത് നിങ്ങൾ ഈ ഹെഡ്ഫോൺ ഒന്ന് വെക്കാൻ എന്തെങ്കിലും ഒരു ലൈക്ക് ഈ നമ്മുടെ സോണിയൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു പൗച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത് കണ്ടോ, ഹെഡ്ഫോൺ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും 760 ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആയിട്ട് നമുക്ക് C-type ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് കൺട്രോളിങ് ബട്ടൺസ് ഒക്കെ കാണാൻ പറ്റും. എനിക്കിതിനകത്ത് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ പ്രീമിയം ഹെഡ്ഫോൺസുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു
ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സാധനം ഇവിടെ നമുക്ക് ഇയർ കപ്പിനകത്ത് വലുതായിട്ട് തന്നെ കാണാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനെ വേഗം നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് റൈറ്റ് കാണുകയും വെക്കാനും ഒക്കെ പറ്റും. അത് അടിപൊളിയാണ്. അത് ചില വലിയ ബ്രാൻഡുകൾ മാത്രമേ അങ്ങനെ ഫോളോ ചെയ്യാറുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ആയിട്ട് കണ്ടോ, ഒരു ഗ്ലോസി മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ ഒരു സാധനം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, ലൈക്ക് പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, എങ്ങനെയൊക്കെ ഒടിച്ച് മടക്കി ബാഗിൽ വെക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമാണ് കേട്ടോ. ആൻഡ് നെക്കിലൊന്ന് വെയർ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കും, കുറച്ചുകൂടെ താത്തിട്ട ഇങ്ങനെ ഇരിക്കും. ആ ഒരു ബ്രാൻഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ്. കണ്ട കിടന്ന് തിളങ്ങുന്ന നോക്കി. എന്തായാലും കൊള്ളാം. ലുക്ക് ആൻഡ് ഫീല് ഭയങ്കര സീനാണ്. പിന്നെ കുഷ്യൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ളൊരു കുഷ്യൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈവൻ ഇത് തലയിൽ വെക്കുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുമോ, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം, ഈ ചില ഹെഡ്ഫോൺസൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്ലാമ്പിങ് ഫോഴ്സാണ്. അപ്പം ക്ലാമ്പിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അട്ടഞ്ഞ് നമ്മളിങ്ങനെ ലൈക്ക് നമ്മുടെ തല എന്തിൻ്റെയോ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അമക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇനി നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷനെ കുറിച്ചിട്ടാണ്. സോ ഇതെടുത്ത് നമുക്ക് തലയിലേക്ക് വെക്കാം, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ആൻഡ് ഞാൻ എൻ്റെ ഫോണിൽ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ എൻ്റെ സ്മാർട്ട് ഫോണുമായിട്ട് ഇവിടെ പെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഗൂഗിൾ പെയറിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് പെയർ ആയിക്കോളും. ഇത് ഇവിടെ ആയിട്ട് ഞാൻ JBL എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഹെഡ്ഫോൺ പെയർ ആവും. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ANC മോഡ്, ആംബിയൻ്റ് അവെയർ മോഡ്, പിന്നെ ഉള്ളത് നമ്മുടെ ടോക്ക് ത്രൂ മോഡ്. ഈ 3 മോഡുകളിൽ എടുത്ത് പറയേണ്ട ഒരു മോഡാണ് ടോക്ക് ത്രൂ മോഡ്. ടോക്ക് ത്രൂ മോഡ് അടിപൊളി, അതിനകത്ത് വേറൊന്നും പറയാനില്ല. ലൈക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്, നമുക്ക് ആളിനോട് സംസാരിക്കണം, ഹെഡ്ഫോൺ തലേന്ന് ഊരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഓണാക്കുക. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക, ടോക്ക് ത്രൂ ഓണാവും. ഓ മാൻ, എൻ്റെ ചുറ്റുമുള്ളതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ പറയുന്നതിലും ക്വാളിറ്റിയിൽ എനിക്ക് ഫീലും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു ക്രിസ്പിനെസ് സൗണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 760-ന്ന് 770 NC വരുമ്പോഴത്തേക്കും ഒരുപാട് ഫീച്ചേഴ്സിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആണ് ഈ ഒരു ഹെഡ്ഫോൺ. സോ 770 ആണോ 760, ഞാൻ കുറച്ചുകൂടെ പൈസ കുറച്ച് 760 പോയിട്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 770 ട്രൈ ചെയ്ത് നോക്കണം. അത്ര ബഡ്ജറ്റ് കമ്മിയാണെങ്കിൽ മാത്രം പോയാൽ മതി. എന്നാൽ കൂടി ബെറ്റർ വേറെ ഹെഡ്ഫോൺസ് വേറെ ഉണ്ട്. JBL എടുക്കുകയാണെങ്കിൽ ട്യൂൺ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 770 ബെറ്ററാണ്. പിന്നെ അങ്ങോട്ട് മാരകം ആയിട്ടുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയില്ല. ആ ഒരു JBL സിഗ്നേച്ചർ ടോൺ കിട്ടുന്നുണ്ട് എവിടേക്കോ. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഡോൾബി ആയിരിക്കാം, ചിലപ്പോൾ DTS ആയിരിക്കാം, ചിലപ്പോൾ ഡീപ് ഫീൽഡ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഓഡിയോ ഇക്വലൈസേഴ്സും കൂടി ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബെറ്ററാണ്. നിങ്ങൾക്ക് മാക്സിമം നല്ല ക്വാളിറ്റിയിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു വിവോ യൂസർ ആണെങ്കിൽ ഒരു ചെറിയ അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഈ ഒരു ഹെഡ്ഫോൺ മേടിക്കുവാണെങ്കിൽ ഇതിനകത്ത് സ്പേഷ്യൽ ഓഡിയോ, സറൗണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന വിവോ ഫോണാണ്. ഞാൻ YT മ്യൂസിക്കിലൂടെയാണ് പാട്ട് കേൾക്കാറുള്ളത്. അപ്പം നമ്മൾ ഇതിനകത്ത് സെറ്റിങ്സിൽ പോയിട്ട് പ്ലേ ബാക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഇക്വലൈസർ ഓൺ ആവും. അത് നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഡോൾബി ആയിരിക്കും, DTS ആയിരിക്കും, ഡീപ് ഫീൽഡ് ആയിരിക്കും. വിവോയ്ക്ക് പ്രത്യേകിച്ച് ഡീപ് ഫീൽഡ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഡീപ് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ട് 360 പനോരമിക് സറൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് എഫക്റ്റ് ഇടുക. വോയിസസ് ഒക്കെ ഇങ്ങനെ ചെറിയൊരു മൂവ്മെൻറ്റ് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതിടുക. അതിനുശേഷം JBL എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇക്വലൈസർ മോഡ് എടുക്കുക. എന്നിട്ട് ആ ക്ലബ് എന്ന് പറയുന്ന ഇക്വലൈസർ മോഡിലേക്ക് ഇടുക. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നോർമലി ക്ലബിൽ ഇട്ടാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വിവോ യൂസേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉള്ളതുകൊണ്ട് അതിലേക്ക് ഇടുക. ഇനി ഡോൾബിയിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിടുക. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പം സൗണ്ട് ട്യൂണിങ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സൗണ്ട്
കേൾക്കാനും നിങ്ങൾക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാനും നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്ത് കുറച്ചധികം മോഡ്സുകളുണ്ട്. വോയിസ് അവെയർ മോഡ് ഉണ്ട്. വോയിസ് അവെയർ മോഡ് നമ്മൾ കോൾസ് ഒക്കെ വിളിക്കാൻ നേരം നമ്മുടെ വോയിസ് നമുക്ക് തന്നെ എന്തോരം കേൾക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്തൊരു നമ്മൾ എവിടെയെങ്കിലും ഭയങ്കര നോയ്സി ആയിട്ടുള്ള സ്ഥലത്താണ് വോയിസ് നമ്മൾ കോൾ വിളിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൗണ്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യും, അലക്സ അങ്ങനത്തെ അസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യും. പിന്നെ മാക്സിമം വോളിയം ലിമിറ്റർ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. വോളിയം ലിമിറ്റർ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ആംബിയൻ്റ് അവെയർ മോഡും കൂടെ ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും പറ്റും, നമ്മുടെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്തുള്ള വണ്ടിയൊക്കെ പോവുകയാണെങ്കിൽ തട്ടുകയും മുട്ടുകയും ചെയ്യാണ്ടൊക്കെ നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ഓട്ടോ പവർ ഓഫ് മോഡാണ്. 30, 1 hour, 2 hour, അങ്ങനെ നമുക്ക് ഓട്ടോ പവർ ഓഫിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിനകത്ത് എൻ്റർലി വരുന്ന കുറച്ചധികം ഫീച്ചേഴ്സുകൾ. ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൊന്ന് പറയുക. അതേപോലെ തന്നെ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവരും ജസ്റ്റ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ബൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-500-600 രൂപയൊക്കെ കുറവ് കിട്ടിയെന്ന് വരും. ലുലു മാളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എനിവേ, ഇതൊക്കെയായിരുന്നു ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒരു ഹെഡ്ഫോൺ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു ഹെഡ്ഫോണിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലത്തുള്ള കിടിലൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തുള്ള ടെക് അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ അൺബോക്സിങ് റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും ഇറ്റ്സ് മീ ആഷിഷ് ടെക്കി. ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ ആൻഡ് ബൈ.